നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ. ദ ഹിന്ദു അഭിമുഖ വിവാദത്തിൽ മുഖ്യമന്ത്രിക്ക് പിന്നാലെ ഉരുണ്ടുകളിച്ച് CPIM. മുഖ്യമന്ത്രി പറയാത്ത ഭാഗം എങ്ങനെ ഉൾപ്പെട്ടെന്ന ചോദ്യത്തോട് ഒഴിഞ്ഞുമാറി MV ഗോവിന്ദൻ. അഭിമുഖത്തിന് PR ഏജൻസി സമീപിച്ചെന്ന പത്രത്തിന്റെ വാദം തള്ളി. PV അൻവറിന് ഇന്നും അതിരൂക്ഷ വിമർശനം. തൃശൂർ പൂരം വിവാദത്തിൽ MR അജിത് കുമാറിന് വീഴ്ചയെന്ന് സംസ്ഥാന സമിതിയിൽ വിലയിരുത്തൽ. ADGP MR അജിത് കുമാറിനെതിരെ PV അൻവർ MLA നൽകിയ പരാതിയിൽ DGP നടത്തുന്ന അന്വേഷണം പൂർത്തിയായി. റിപ്പോർട്ട് നാളെ മുഖ്യമന്ത്രിക്ക് സമർപ്പിച്ചേക്കും. റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാകും ADGP MR അജിത് കുമാറിനെ മാറ്റണോ വേണ്ടയോ എന്ന് മുഖ്യമന്ത്രി തീരുമാനിക്കുക. കേരളത്തിൽ സാമുദായിക സ്പർദ്ധ വളർത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ച AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ. CPIM-നെയും BJP-യെയും ബന്ധിപ്പിക്കാനാണ് PR ഏജൻസി. അഭിമുഖത്തിന് പിന്നിൽ ഗൂഢാലോചന. ADGP-യുടെ പ്രധാന ജോലി RSS നേതാക്കളെ കാണലാണെന്നും KC വേണുഗോപാൽ. കണ്ണൂരിലെ പ്രബലനായ CPIM നേതാവ് തനിക്കൊപ്പമെന്ന് PV അൻവറിന്റെ അവകാശവാദം. നിയമസഭയിൽ പ്രതിപക്ഷ നിരക്കൊപ്പം ഇരിക്കില്ല. ഫോൺ ചോർത്തിയെന്ന SOG കമാൻഡിന്റെ പരാതിയിൽ അൻവറിനെതിരെ വീണ്ടും കേസ്. മുഖ്യമന്ത്രിയെ വിമർശിച്ച് സമസ്ത മുഖപത്രം സുപ്രഭാതം. പ്രധാനപ്പെട്ട ചോദ്യങ്ങളിൽ നിന്ന് ഒളിച്ചോടുന്നത് ദുരൂഹം. വിവാദ അഭിമുഖത്തിൽ PR ഏജൻസിക്കെതിരെ നടപടിയില്ലാത്തത് എന്തുകൊണ്ടെന്ന് വിമർശനം. ADGP-യെ മാറ്റാത്തതിലും സുപ്രഭാതം വിമർശനം ഉന്നയിക്കുന്നു. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് സംസ്ഥാന വ്യാപകമായി BJP-യുടെ പ്രതിഷേധം. എറണാകുളത്ത് മാർച്ച് സംഘർഷത്തിൽ കലാശിച്ചു. കണയന്നൂരിൽ താലൂക്ക് ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിന് നേരെ പോലീസിന്റെ ജലപീരങ്കി. സർക്കാർ സമർപ്പിച്ച ഉരുൾപൊട്ടൽ കണക്കിൽ അവ്യക്തതയെന്ന് ഹൈക്കോടതി. എസ്റ്റിമേറ്റ് കണക്കാക്കുമ്പോൾ തുക വിതരണം ചെയ്യുന്നതിൽ കൃത്യത വരുത്താൻ നിർദ്ദേശം. എസ്റ്റിമേറ്റ് തയ്യാറാക്കിയതിന്റെ മാനദണ്ഡം എന്തെന്നും കോടതിയുടെ ചോദ്യം. പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പഴിച്ച സർക്കാരിന് വിശദീകരണം നൽകേണ്ടി വരും. കേന്ദ്ര സഹായം വൈകുന്നതിൽ ഒരക്ഷരം മിണ്ടാതെ നിയമസഭയിൽ മുഖ്യമന്ത്രി. നിയമസഭാ സമ്മേളനം നേരത്തെ പിരിയും. നേരത്തെ നിശ്ചയിച്ചതിലും 3 ദിവസം മുമ്പ് സമ്മേളനം അവസാനിപ്പിക്കാനാണ് തീരുമാനം. ആകെ 8 ദിവസമാണ് സഭ ചേരുക. തീരുമാനം കാര്യോപദേശക സമിതി യോഗത്തിൽ. സർക്കാർ ജോലി വാഗ്ദാനം ചെയ്ത് പണം തട്ടിയ സംഭവത്തിൽ പൊതുഭരണ വകുപ്പ് അഡീഷണൽ സെക്രട്ടറിയെ പിരിച്ചുവിട്ട് സർക്കാർ. KK ശ്രീലാലിനെതിരെയാണ് നടപടി. ഇടുക്കി മെഡിക്കൽ കോളേജിൽ സീനിയർ അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസർ ആയിരുന്ന സമയത്തായിരുന്നു തട്ടിപ്പ്. 56 വർഷം മുമ്പ് ലഡാക്കിൽ വിമാനാപകടത്തിൽ മരിച്ച മലയാളി സൈനികൻ തോമസ് വി ചെറിയാന് ജന്മനാടിന്റെ അന്ത്യാഞ്ജലി. സംസ്കാരം പൂർണ്ണ സൈനിക ബഹുമതികളോടെ കാരൂർ സെന്റ് പീറ്റേഴ്സ് വലിയ പള്ളിയിൽ നടന്നു. അന്തിമോപചാരമർപ്പിച്ച് വൻ ജനാവലി. ശിരൂരിൽ മരിച്ച അർജുന്റെ കുടുംബം നൽകിയ സൈബർ ആക്രമണ പരാതിയിൽ ലോറിയുടമ മനാഫിനെ പ്രതി ചേർത്ത് പോലീസ്. കേസെടുത്തത് ഗുരുതര വകുപ്പുകൾ ചുമത്തി. കുടുംബത്തിന്റെ മൊഴി രേഖപ്പെടുത്തി പോലീസ്. അർജുന്റെ കുടുംബത്തിന്റെ ആരോപണം ബാലിശമെന്ന് ലോറിയുടമ മനാഫ് 24നോട്. മദ്യനയം അവസാന ഘട്ടത്തിലെന്ന് മന്ത്രി MB രാജേഷ്. മന്ത്രിസഭാ യോഗത്തിന്റെ അനുമതി കൂടിയാണ് ഇനി വേണ്ടതെന്നും മന്ത്രി. തദ്ദേശ സ്വയംഭരണ വകുപ്പിൽ ദീർഘാവധിക്ക് നിയന്ത്രണം. ആശുപത്രി ആവശ്യത്തിനല്ലാതെ മറ്റൊന്നിനും ദീർഘാവധി അനുവദിക്കരുതെന്ന് മന്ത്രി. കണ്ണൂരിൽ അങ്കണവാടിയിൽ 3.5 വയസ്സുകാരൻ വീണ് പരിക്കേറ്റ സംഭവത്തിൽ അങ്കണവാടി വർക്കറെയും ഹെൽപ്പറെയും സസ്പെൻഡ് ചെയ്തു. സംഭവം രക്ഷിതാക്കളെയും മേലധികാരികളെയും അറിയിക്കുന്നതിൽ വീഴ്ച വരുത്തിയെന്ന കണ്ടെത്തലിനെ തുടർന്ന് തലയ്ക്ക് ആഴത്തിൽ പരിക്കേറ്റ കുട്ടി കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ. എറണാകുളം ഭൂതത്താൻകെട്ടിൽ സിനിമാ ഷൂട്ടിങ്ങിനായി എത്തിച്ച ആനകൾ തമ്മിൽ ഏറ്റുമുട്ടി. പരിക്കേറ്റ പുതുപ്പള്ളി സാധു എന്ന ആന കാട്ടിലേക്ക് ഓടിക്കയറി. ആനകളെ കൊണ്ടുവന്നത് തെലുങ്ക് സിനിമയുടെ ചിത്രീകരണത്തിന്. ആനയ്ക്കായുള്ള വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ തെരച്ചിൽ നാളെ രാവിലെ പുനരാരംഭിക്കും. തൃശൂർ മാളയിൽ നിരപരാധിയെ പോലീസ് കള്ളക്കേസിൽ കുടുക്കി ജയിലിലാക്കിയെന്ന് പരാതി. വ്യാജമദ്യം നിർമ്മിച്ച കേസിലെ പ്രതിക്ക് പകരം രോഗിയായ ഭാര്യാപിതാവിനെ അറസ്റ്റ് ചെയ്തെന്ന് ആക്ഷേപം. നടന്മാരായ M മുകേഷ് MLA, മണിയമ്പിള്ള രാജു എന്നിവർക്കെതിരായ ലൈംഗികാരോപണ കേസുകളിൽ ഇടവേള ബാബുവിന്റെ മൊഴി രേഖപ്പെടുത്തി. കൊച്ചിയിൽ പ്രത്യേക അന്വേഷണ സംഘമാണ് മൊഴിയെടുത്തത്. 2 കേസുകളിലെ പരാതിയിലും ഇടവേള ബാബുവിന്റെ പേരുകൾ ഉണ്ടായിരുന്നു. തിരുവനന്തപുരം വെമ്പായം പഞ്ചായത്തിൽ LDF കൊണ്ടുവന്ന അവിശ്വാസം BJP പിന്തുണയോടെ പാസായി. ഇതോടെ UDF-ന് ഭരണം നഷ്ടമായി. പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റിനുമെതിരെയാണ് അവിശ്വാസം കൊണ്ടുവന്നത്. തമിഴ്നാട് നാമക്കലിൽ പിടിയിലായ ATM കവർച്ചാ കേസ് പ്രതികളെ തൃശൂരിലെത്തിച്ചു. പിടിയിലായ 5 പേരും ഹരിയാന സ്വദേശികൾ. തൃശൂർ ചേർപ്പിലുള്ള SBI ATM-ഉം സംഘം കൊള്ളയടിക്കാൻ ശ്രമിച്ചെന്ന് പോലീസ്. പ്രതികളെ 5 ദിവസത്തേക്ക് പോലീസ് കസ്റ്റഡിയിൽ വിട്ടു. ഛത്തീസ്ഗഡിൽ വൻ മാവോയിസ്റ്റ് വേട്ട. സുരക്ഷാ സേനയുമായുള്ള ഏറ്റുമുട്ടലിൽ 30 മാവോയിസ്റ്റുകൾ കൊല്ലപ്പെട്ടു. ഏറ്റുമുട്ടലുണ്ടായത് നാരായൺപൂർ ജില്ലയിൽ. മേഖലയിൽ അതീവ ജാഗ്രത. ഭക്തരെ ചൂഷണം ചെയ്യാൻ അനുവദിക്കില്ലെന്ന് ഹൈക്കോടതി. എരുമേലിയിൽ കുറി തൊടാൻ പണപ്പിരിവ് നടത്തുന്നുവെന്ന ഹർജി പരിഗണിക്കവെയാണ് കോടതി നിരീക്ഷണം.
ക്ഷേത്രത്തിനകത്താണോ കുരുതൊടാൻ പണം വാങ്ങുന്നതെന്നും ആചാരമാണോ എന്നും ഹൈക്കോടതി. പാലക്കാട് പന്നിയങ്കര ടോൾ പ്ലാസയിലൂടെ പോയ സ്കൂൾ വാഹനങ്ങൾക്ക് വക്കീൽ നോട്ടീസ്. ടോൾ വഴി സമീപ പ്രദേശത്തെ സ്കൂളുകളിലേക്ക് സർവീസ് നടത്തിയ വാഹനങ്ങൾക്കാണ് പിഴ ചുമത്തിയത്. 2 ലക്ഷത്തോളം രൂപ വരെ പിഴ അടയ്ക്കാനാണ് വക്കീൽ നോട്ടീസ്. ടോൾ കമ്പനിയായ തൃശൂർ എക്സ്പ്രസ് ലിമിറ്റഡിന്റെ പേരിലാണ് വക്കീൽ നോട്ടീസ് അയച്ചിരിക്കുന്നത്. തിരുവനന്തപുരം SAT ആശുപത്രിയിൽ മണിക്കൂറുകളോളം വൈദ്യുതി മുടങ്ങിയ സംഭവത്തിൽ ഒരു ഉദ്യോഗസ്ഥനെ കൂടി സസ്പെൻഡ് ചെയ്തു. SAT ഇലക്ട്രിക്കൽ വിഭാഗം അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ശ്യാംകുമാർ DS-നെതിരെയാണ് നടപടി. TP ചന്ദ്രശേഖരൻ വധക്കേസ് പ്രതികൾ വ്യാജ സിം കാർഡ് ഉപയോഗിച്ച കേസിൽ കൊടിസുനി ഉൾപ്പെടെയുള്ള പ്രതികളെ വിട്ടയച്ചു. വടകര ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റിന്റേതാണ് നടപടി. കണ്ണൂർ ആറളം ഫാമിൽ അനധികൃതമായി മരം മുറിച്ചെന്ന പരാതിയിൽ കരാർ സ്ഥാപനത്തിനെതിരെ പോലീസ് കേസെടുത്തു. മേമി ആൻഡ് സൺസ് എന്ന സ്ഥാപനത്തിനെതിരെയാണ് കേസ്. പാഴ്മരങ്ങൾ മുറിക്കാനുള്ള കരാറിന്റെ മറവിൽ സംരക്ഷിത മരങ്ങൾ മുറിച്ചുവെന്നാണ് കേസ്. ലൈംഗിക പീഡന കേസിൽ പ്രതിയായ കോഴിക്കോട്ടെ BJP നേതാവിന് നേതൃത്വത്തിന്റെ സംരക്ഷണം. കൊയിലാണ്ടി മുൻ മണ്ഡലം ജനറൽ സെക്രട്ടറി AV നിതിൻ BJP പരിപാടികളിൽ സജീവം. MLA ഓഫീസിലേക്ക് BJP സംഘടിപ്പിച്ച മാർച്ചിൽ നിതിനും പങ്കെടുത്തു. ദൃശ്യങ്ങൾ 24-ന്. പൂജ, ദീപാവലി അവധി ദിവസങ്ങളിൽ പ്രത്യേക ട്രെയിനുകൾ അനുവദിച്ച് റെയിൽവേ. താമ്പരത്തിനും കൊച്ചുവേളിക്കുമിടയിലാണ് സ്പെഷ്യൽ ട്രെയിൻ അനുവദിച്ചത്. ശബരിമല വിമാനത്താവളത്തിനായുള്ള സാമൂഹികാഘാത പഠനം അടുത്തയാഴ്ച തുടങ്ങുമെന്ന് കോട്ടയം ജില്ലാ കളക്ടർ 24-നോട്. തൃക്കാക്കര ഭാരത് മാതാ കോളേജിലെ സോഷ്യൽ വർക്ക് വിഭാഗത്തിലെ 15-അംഗ സംഘമാണ് പഠനം നടത്തുന്നത്. 3 മാസത്തിനുള്ളിൽ പഠനം പൂർത്തിയാക്കി റിപ്പോർട്ട് നൽകുകയാണ് ലക്ഷ്യമെന്ന് ജില്ലാ കളക്ടർ. നെഹ്റു ട്രോഫി വള്ളംകളിയുടെ ഫൈനൽ മത്സരത്തിൽ സ്റ്റാർട്ടിംഗിലെ പിഴവ് സംഘാടകരെ ബോധ്യപ്പെടുത്തിയെന്ന് കുമരകം ബോട്ട് ക്ലബ്ബ്. തുഴച്ചിലുകാർ തയ്യാറല്ലാതിരുന്നിട്ടും മത്സരം തുടങ്ങുകയായിരുന്നുവെന്ന് ബോട്ട് ക്ലബ്ബ് പ്രസിഡന്റ് K മിഥുൻ. അനുകൂല വിധിയില്ലെങ്കിൽ നിയമ നടപടിയുമായി മുന്നോട്ടു പോകാനാണ് ഇവരുടെ തീരുമാനം. സെക്രട്ടേറിയറ്റിലെ സീലിംഗ് അടർന്നു വീണ ഉദ്യോഗസ്ഥന് പരിക്ക്. സഹകരണ വകുപ്പ് ഉദ്യോഗസ്ഥനാണ് പരിക്കേറ്റത്. പഴയ നിയമസഭാ മന്ദിരത്തിലെ മുകളിലെ നിലയിലുള്ള സീലിംഗ് ആണ് അടർന്നത്. ലഹരിക്കടത്ത് ക്രിമിനൽ കേസുകളിൽ പ്രതിയായ മൂർഖൻ ഷാജിയെ കീഴ്പ്പെടുത്തുന്ന ദൃശ്യങ്ങൾ 24-ന്. തമിഴ്നാട്ടിൽ നിന്ന് എക്സൈസ് സംഘം ഷാജിയെ പിടികൂടിയത് 5 വർഷത്തിനു ശേഷം. ഹാഷ് ഓയിൽ വിദേശത്തേക്ക് കടത്തുന്ന കൊടും കുറ്റവാളിയാണ് ഷാജിയെന്ന് എക്സൈസ്. നോക്കാമിനി കേരളത്തിലെ ചില പ്രധാന വാർത്തകൾ. ഇടുക്കി കാന്തല്ലൂരിൽ സ്വകാര്യ ഭൂമിയിൽ കാട്ടാനയെ ചെരിഞ്ഞ നിലയിൽ കണ്ടെത്തി. 10 വയസ്സ് പ്രായം തോന്നിക്കുന്ന കൊമ്പനാണ് ചെരിഞ്ഞത്. സോളാർ വേലിയിൽ നിന്ന് വൈദ്യുതാഘാതമേറ്റെന്ന് പ്രാഥമിക നിഗമനം. തിരുവനന്തപുരം വിതുരയിൽ സ്വകാര്യ വ്യക്തിയുടെ കിണറ്റിൽ വീണ കാട്ടുപോത്തിനെ കരയ്ക്ക് കയറ്റി. ഫയർഫോഴ്സും വനംവകുപ്പും നാട്ടുകാരും ചേർന്നാണ് കാട്ടുപോത്തിനെ പുറത്തെത്തിച്ചത്. കാലുകൾക്ക് പരിക്കേറ്റ കാട്ടുപോത്തിനെ ചികിത്സ നൽകിയ ശേഷം കാട്ടിലേക്ക് വിടുമെന്ന് വനംവകുപ്പ്. പത്തനംതിട്ട ചിറ്റാറിൽ നിന്ന് വിട്ടൊഴിയാതെ കാട്ടാനക്കൂട്ടം. അളുങ്കൽ ഡാം പരിസരത്ത് നിലയുറപ്പിച്ചിരിക്കുന്ന കാട്ടാനകളുടെ ദൃശ്യങ്ങൾ 24-ന്. തിരുവനന്തപുരത്ത് കാട്ടുപന്നിയുടെ ആക്രമണത്തിൽ 17-കാരിക്ക് പരിക്ക്. നെടുമങ്ങാട് സ്വദേശി S ആർച്ചയ്ക്കാണ് പരിക്കേറ്റത്. ബന്ധുവീട്ടിൽ നിന്ന് പാൽ വാങ്ങി വരുന്നതിനിടയിലാണ് സംഭവം. തൃശൂർ കൊരട്ടി തിരുമുടിക്കുന്നിലെ വീട്ടിൽ ആന്ധ്രാപ്രദേശ് സ്വദേശിനിയെ മരിച്ച നിലയിൽ കണ്ടെത്തി. 54 വയസ്സുള്ള മുന്നയാണ് മരിച്ചത്. വീട്ടുടമ പോളിയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മലപ്പുറം എടവണ്ണയിലെ സാമൂഹ്യ പ്രവർത്തകൻ മദാരി മൊയ്തീൻ അന്തരിച്ചു. 83 വയസ്സായിരുന്നു. രാജീവ് ഗാന്ധി സദ്ഭാവന പുരസ്കാരം ഉൾപ്പെടെ ലഭിച്ചിട്ടുള്ള സാമൂഹ്യ പ്രവർത്തകനാണ് വിടവാങ്ങിയത്. കോട്ടയത്ത് പന്നിപ്പനി. ഭരണങ്ങാനത്ത് ഫാമിൽ വളർത്തുന്ന പന്നികൾക്കാണ് രോഗം സ്ഥിരീകരിച്ചത്. 10 കിലോമീറ്റർ ചുറ്റളവിൽ ജില്ലാ ഭരണകൂടം നിരീക്ഷണം നടത്തും. ആലപ്പുഴ വള്ളികുന്നത്ത് ATM കുത്തിപ്പൊളിച്ച് കവർച്ചാശ്രമം നടത്തിയ യുവാവ് അറസ്റ്റിൽ. ചത്തിയറ സ്വദേശി അഭിരാമാണ് പിടിയിലായത്. സാമൂഹിക സേവന രംഗത്ത് 50 വർഷം പൂർത്തിയാക്കിയ തിരുവനന്തപുരം CWC ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ഷാനിബ ബീഗത്തിന് സ്വീകരണം നൽകി. സംസ്ഥാന ലഹരിവർജന സമിതിയുടെ നേതൃത്വത്തിൽ തിരുവനന്തപുരം പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പരിപാടിയിൽ ഉപഹാരങ്ങൾ നൽകി ആദരിച്ചു. വനിതാ ശിശു വികസന ഓഫീസർ ഹരിത V. കുമാർ IAS ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പാറശാല പോലീസ് സ്റ്റേഷനും സ്റ്റേഷൻ പരിധിയിലെ സ്കൂൾ കോളേജ് വിദ്യാർത്ഥികളും പ്രൊട്ടക്ഷൻ ഗ്രൂപ്പുകളും സംയുക്തമായി പോരാട്ടം ലഹരിക്കെതിരായി എന്ന ക്യാമ്പയിൻ സംഘടിപ്പിച്ചു. പാറശാല സ്റ്റേഷൻ SHO സജി SS സ്നേഹച്ചങ്ങല ഉദ്ഘാടനം ചെയ്തു. നോക്കാമിനി പ്രധാന അറിയിപ്പുകൾ. കോന്നിയിൽ ഉമ്മൻചാണ്ടി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ നേതൃത്വത്തിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് ഈ മാസം 10-ന് നടക്കും. ക്യാമ്പ് നടക്കുക തേക്കുതോട് NSS ഓഡിറ്റോറിയത്തിൽ. തൃശൂർ കുന്നുകുളം ഗവൺമെന്റ് ബോയ്സ് ഹൈസ്കൂളിൽ ഹിന്ദി അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 10 മണിക്ക് നടക്കും.
കേരള രാജ്ഭവനിൽ 13 നടക്കുന്ന വിദ്യാരംഭ ചടങ്ങിൽ കുട്ടികളെ എഴുത്തിനിരുത്താനുള്ള രജിസ്ട്രേഷൻ 9 വരെ നീട്ടി. ചടങ്ങിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനാണ് കുട്ടികളെ ആദ്യാക്ഷരം എഴുതിക്കുക. രജിസ്ട്രേഷന് 0471 2721 100 എന്ന നമ്പറിൽ ബന്ധപ്പെടണം. സംസ്ഥാന സർക്കാരിന്റെ 100 ദിന കർമ്മ പരിപാടിയുടെ ഭാഗമായി നാളെ കോഴിക്കോട് മെഗാ ജോബ് ഫെയർ സംഘടിപ്പിക്കും. വെസ്റ്റ് ഹിൽ ഗവൺമെന്റ് എഞ്ചിനീയറിംഗ് കോളേജിൽ രാവിലെ 9 മുതലാണ് ജോബ് ഫെയർ. 100 ന്യൂസിലേക്ക് വീണ്ടും നോക്കാം. ദേശീയ വാർത്തകൾ. പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങളുടെ സാഹചര്യത്തിൽ കേന്ദ്ര മന്ത്രിസഭാ സമിതി സുരക്ഷാ അവലോകനം നടത്തി. യോഗം ചേർന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അധ്യക്ഷതയിൽ. പശ്ചിമേഷ്യയിലെ സാഹചര്യം ആശങ്കപ്പെടുത്തുന്നതെന്ന് വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ. ഡൽഹിയിൽ വനിതാ ഡോക്ടറെ വെടിവെച്ച് കൊലപ്പെടുത്തിയ കേസിൽ 16 വയസ്സുകാരൻ പിടിയിൽ. കൊലപാതകത്തിൽ നേരിട്ട് പങ്കുള്ളയാളാണ് പിടിയിലായത്. പ്രതി കുറ്റം സമ്മതിച്ചതായി പോലീസ്. കൂടുതൽ പ്രതികൾക്കായുള്ള അന്വേഷണവും ഊർജിതമാക്കി. ഡൽഹി മുൻ മുഖ്യമന്ത്രി അരവിന്ദ് കെജ്രിവാൾ ഔദ്യോഗിക വസതി ഒഴിഞ്ഞു. ഫിറോസ് ഷാ റോഡിലെ 5-ാം നമ്പർ വസതിയിലേക്കാണ് താമസം മാറുന്നത്. സെക്രട്ടേറിയറ്റിന് മുകളിൽ നിന്ന് ചാടി മഹാരാഷ്ട്ര ഡെപ്യൂട്ടി സ്പീക്കർ നർഹരി സിർവാൾ. പ്രതിഷേധത്തിന്റെ ഭാഗമായിട്ടാണ് സെക്രട്ടേറിയറ്റിന്റെ 3-ാം നിലയിൽ നിന്നും ചാടിയത്. താഴെ കെട്ടിയ സുരക്ഷാ വലയിൽ കുരുങ്ങിയതിനാൽ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. മധ്യപ്രദേശിൽ ഗുഡ്സ് ട്രെയിൻ പാളം തെറ്റി. രത്ലാമിൽ ഇന്നലെ രാത്രിയാണ് സംഭവം. ഗുഡ്സ് ട്രെയിനിന്റെ 3 കോച്ചുകളാണ് പാളം തെറ്റിയത്. സംഭവത്തിൽ അന്വേഷണം ആരംഭിച്ചതായി ഡിവിഷണൽ റെയിൽവേ മാനേജർ. തമിഴ്നാട്ടിൽ വീണ്ടും തോക്കെടുത്ത് പോലീസ്. ഗുണ്ടാ നേതാവ് റിച്ചാർഡ് സച്ചിനെ വെടിവെച്ച് വീഴ്ത്തി. തെളിവെടുപ്പിനിടെ റിച്ചാർഡ് സച്ചിൻ രക്ഷപ്പെടാൻ ശ്രമിച്ചുവെന്നാണ് പോലീസിന്റെ വിശദീകരണം. ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പ് നാളെ. ബിജെപിയും കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും വാശിയേറിയ പോരാട്ടത്തിലാണ്. ഭരണം നിലനിർത്താനാകുമെന്ന് ബിജെപിയും സംസ്ഥാനം തിരിച്ചുപിടിക്കാനാകുമെന്ന് കോൺഗ്രസും കണക്കുകൂട്ടുന്നു. സനാതനധർമ്മ വിരുദ്ധ പരാമർശത്തിൽ ഉദയനിധി സ്റ്റാലിനെതിരെ വിമർശനവുമായി ആന്ധ്രാപ്രദേശ് ഉപമുഖ്യമന്ത്രി പവൻ കല്യാൺ. സനാതനധർമ്മത്തെ തുടച്ചു നീക്കാൻ ശ്രമിക്കുന്നവർ സ്വയം തുടച്ചു നീക്കപ്പെടുമെന്ന് പവൻ കല്യാൺ. തിരുപ്പതി ലഡു വിവാദവുമായി ബന്ധപ്പെട്ട പരിപാടിയിലായിരുന്നു പ്രതികരണം. തിരുപ്പതി ക്ഷേത്രത്തിലെ ലഡുവിൽ മായം ചേർത്തെന്ന ആരോപണത്തിൽ സമഗ്ര അന്വേഷണത്തിന് സുപ്രീം കോടതിയുടെ ഉത്തരവ്. CBI ഡയറക്ടറുടെ നേതൃത്വത്തിലാണ് അന്വേഷണം. പ്രത്യേക സംഘത്തിൽ ആന്ധ്ര പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥരും ഭക്ഷ്യസുരക്ഷാ വിദഗ്ധരും. പാർട്ടി സമ്മേളനവുമായി ബന്ധപ്പെട്ട് തമിഴക വെற்றிക്കഴകം പ്രവർത്തകർക്ക് കത്തുമായി വിജയ്. രാഷ്ട്രീയത്തിൽ നിലനിൽക്കാൻ ആകുമോ എന്ന ചോദ്യത്തിനുള്ള മറുപടിയാണ് സമ്മേളനം. പ്രവർത്തകർ ഉത്തരവാദിത്വത്തോടെ പരിപാടിയിൽ പങ്കെടുക്കണമെന്നും കത്തിൽ വിജയ്. ഡൽഹിയിലെ ലഹരി മരുന്ന് വേട്ടയിൽ കോൺഗ്രസിനെതിരെ ആഭ്യന്തരമന്ത്രി അമിത്ഷാ. കോൺഗ്രസ് നേതാവിന്റെ പങ്കാളിത്തം അപകടകരവും ലജ്ജാകരവും. മോദിയുടേത് ലഹരിമുക്ത ഇന്ത്യയെന്നും അമിത്ഷാ. വിദേശകാര്യമന്ത്രി S ജയശങ്കർ പാകിസ്ഥാനിലേക്ക്. ഈ മാസം 15, 16 തീയതികളിൽ ഇസ്ലാമാബാദിൽ നടക്കുന്ന SCO ഉച്ചകോടിയിൽ പങ്കെടുക്കും. നോക്കാം രാജ്യാന്തര വാർത്തകൾ. ലെബനൻ തലസ്ഥാനമായ ബെയ്റൂത്തിൽ ഇസ്രായേൽ ആക്രമണത്തിൽ 40ഓളം പേർ കൊല്ലപ്പെട്ടു. വെസ്റ്റ് ബാങ്കിൽ 18 പേർ കൊല്ലപ്പെട്ടു. ഹിസ്ബുള്ളയുടെ പ്രത്യാക്രമണത്തിൽ 17 ഇസ്രായേൽ സൈനികർക്ക് ജീവൻ നഷ്ടമായി. ഇറാന്റെ എണ്ണപ്പാടങ്ങൾ ഇസ്രായേൽ ആക്രമിച്ചേക്കുമെന്ന് അമേരിക്ക. മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയ്സു ഈ മാസം 7 മുതൽ ഇന്ത്യ സന്ദർശിക്കും. കഴിഞ്ഞ വർഷം അധികാരമേറ്റതിനു ശേഷം മുയ്സുവിന്റെ ആദ്യ ഉഭയകക്ഷി സന്ദർശനമാണ് ഇത്. നേപ്പാളിൽ വെള്ളപ്പൊക്കത്തിലും മണ്ണിടിച്ചിലും മരിച്ചവരുടെ എണ്ണം 236ആയി. 173 പേർക്ക് പരിക്കേറ്റതായി നേപ്പാൾ ഭരണകൂടം. ലെബനനിലേക്ക് 1300 ടൺ മാനുഷിക സഹായം അയക്കാൻ തുർക്കി. ആദ്യഘട്ടത്തിൽ 80 കണ്ടെയ്നറുകളിൽ സാധനങ്ങൾ എത്തിക്കും. ലെബനൻ അധികൃതർ പുറത്തുവിട്ട റിപ്പോർട്ട് അനുസരിച്ച് ഇസ്രായേൽ വ്യോമാക്രമണത്തെ തുടർന്ന് ലെബനനിൽ നിന്ന് പലായനം ചെയ്തവരുടെ എണ്ണം 1.2 ദശലക്ഷമായി ഉയർന്നു. ആണവായുധം ഉപയോഗിച്ച് ദക്ഷിണ കൊറിയയെ നശിപ്പിക്കുമെന്ന് ഉത്തര കൊറിയൻ നേതാവ് കിം ജോങ് ഉൻ. പ്യോങ്യാങ്ങിന്റെ മിസൈൽ പരീക്ഷണങ്ങൾ തുടരുന്നതുമായി ബന്ധപ്പെട്ടുയർന്ന പിരിമുറുക്കങ്ങൾക്കിടയിലാണ് ഇത്തരമൊരു ഭീഷണി. പതിറ്റാണ്ടുകൾ നീണ്ട തർക്കത്തിനൊടുവിൽ ചെക്കോസ് ദ്വീപുകളുടെ അവകാശം മൗറീഷ്യസിന് വിട്ടു നൽകാൻ ബ്രിട്ടൻ. ബ്രിട്ടീഷ് പ്രധാനമന്ത്രി കിയർ സ്റ്റാമറും മൗറീഷ്യസ് പ്രധാനമന്ത്രി പ്രവിന്ദ് ജുഗ്നോത്തും സംയുക്തമായാണ് പ്രഖ്യാപനം നടത്തിയത്. ഇന്ത്യ ചൈന അതിർത്തിയിൽ സംഘർഷം നിലനിൽക്കെ അതിർത്തിയിൽ സന്ദർശനം നടത്തി ഇന്ത്യൻ കരസേനാ മേധാവി. മഞ്ഞുകാലത്തും ചൈനയും ഇന്ത്യയും അതിർത്തിയിലെ സേനയെ പിൻവലിക്കില്ല. യുക്രൈൻ യുദ്ധത്തിൽ ഇന്ത്യ ചൈന മധ്യസ്ഥത ചർച്ചകൾക്കിടെ കിഴക്കൻ യുക്രൈനിൽ തന്ത്രപ്രധാനമായ നഗരം പിടിച്ച് റഷ്യ. തായ്വാനിലെ പങ്ടുങ്ങിൽ ആശുപത്രിയിലുണ്ടായ തീപിടുത്തത്തിൽ 9 മരണം. ഷോർട്ട് സർക്യൂട്ടാണ് അപകടത്തിന് കാരണമെന്ന് സൂചന. ആശുപത്രിയിൽ നിന്ന് 300 രോഗികളെ മാറ്റിപ്പാർപ്പിച്ചു.
ചെങ്കടലിൽ ആക്രമണം കടുപ്പിക്കുമെന്ന ഭീഷണിയുമായി യമനിലെ ഹൂത്തി വിമതർ. ചെങ്കടൽ വഴി ചരക്ക് ഗതാഗതം തുടർന്നാൽ ആക്രമണം നടത്തുമെന്ന് മുന്നറിയിപ്പ്. ഹമാസിന് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ചെങ്കടൽ വഴി കടന്നുപോകുന്ന കപ്പലുകൾക്ക് നേരെ ഹൂത്തി ആക്രമണം പതിവ്. യുഎസിൽ ഹെലിൻ ചുഴലിക്കാറ്റിൽ മരിച്ചവരുടെ എണ്ണം 200ആയി. പ്രസിഡന്റ് ജോ ബൈഡനും വൈസ് പ്രസിഡന്റ് കമല ഹാരിസും കൊടുങ്കാറ്റ് നാശം വിതച്ച സംസ്ഥാനങ്ങൾ സന്ദർശിച്ച് സാഹചര്യം വിലയിരുത്തി. ഇറ്റലിയിലെ റയാൻ എയർ വിമാനത്തിന് തീപിടിച്ചു. 200ഓളം യാത്രക്കാരെ ഒഴിപ്പിച്ചു. തീപിടുത്തത്തെ തുടർന്ന് വിമാനത്താവളം താൽക്കാലികമായി അടച്ചു. കോങ്കോയിൽ ബോട്ട് മുങ്ങി മരിച്ചവരുടെ എണ്ണം 87ആയി. ഇനിയും 78 പേരെ കണ്ടെത്താനുണ്ടെന്ന് അധികൃതർ. ശക്തമായ കാറ്റും അമിത ഭാരവും കാരണം ഈ മേഖലയിൽ ബോട്ട് അപകടങ്ങൾ പതിവാണ്. നോക്കാം ബിസിനസ് വാർത്തകൾ. സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ റെക്കോർഡ്. ഇന്ന് പവന് 56,960 രൂപയും ഗ്രാമിന് 7,120 രൂപയുമാണ് വില. ഓസ്ട്രേലിയയിലെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി വിസ അപേക്ഷകൾ കുത്തനെ ഇടിഞ്ഞു. വിദ്യാർത്ഥി വിസയ്ക്കുള്ള അപേക്ഷാ ഫീസ് $710 നിന്ന് $1,600 വർദ്ധിപ്പിച്ചതിന് ശേഷമാണ് അപേക്ഷകളിൽ ഇടിവ് നേരിട്ടത്. എയർ ഇന്ത്യയിൽ ലയിക്കുന്ന വിസ്താര എയർലൈൻ്റെ വിമാനങ്ങൾ AI2 എന്ന ഫ്ലൈറ്റ് കോഡിലായിരിക്കും നവംബർ മുതൽ അറിയപ്പെടുക. വിസ്താര വിമാനങ്ങളിൽ നിലവിൽ ലഭ്യമായ മെച്ചപ്പെട്ട യാത്രാനുഭവം ലയനത്തിനു ശേഷം ഉണ്ടാകുമെന്ന് എയർ ഇന്ത്യ പ്രതിനിധികൾ. വിസ നൽകുന്നത് കുത്തനെ വർദ്ധിപ്പിച്ച ന്യൂസിലാൻഡ്. സുസ്ഥിരമായ ഇമിഗ്രേഷൻ സംവിധാനം വളർത്തിയെടുക്കുന്നതിനാണ് ഈ മാറ്റമെന്ന് അധികൃതർ. പശ്ചിമേഷ്യയിലെ സംഘർഷത്തെ തുടർന്ന് ബിറ്റ്കോയിന് ഇടിവ്. ഒറ്റ ദിവസം കൊണ്ട് 4% ഇടിഞ്ഞത്. $64,000 നിന്നും 60,000-ലേക്കാണ് ബിറ്റ്കോയിന്റെ മൂല്യം ഇടിഞ്ഞത്. കുറഞ്ഞ ചെലവിൽ കൂടുതൽ സർവീസുകൾ. പുതിയ വിമാനങ്ങളും റൂട്ടുകളുമായി എയർ ഇന്ത്യ എക്സ്പ്രസ്. എയർ ഇന്ത്യ ഗ്രൂപ്പിന് കീഴിലുള്ള എയർ ഇന്ത്യ എക്സ്പ്രസ് ലിമിറ്റഡും AIX കണക്ട് പ്രൈവറ്റ് ലിമിറ്റഡും തമ്മിലുള്ള ലയനം പൂർത്തിയായതോടെയാണ് കൂടുതൽ റൂട്ടുകളുമായി പ്രവർത്തനം വിപുലീകരിക്കുന്നത്. നോക്കാമിനി കായിക വാർത്തകൾ. വനിതാ ട്വന്റി ലോകകപ്പിൽ ദക്ഷിണാഫ്രിക്കയ്ക്ക് ജയത്തുടക്കം. മുൻ ചാമ്പ്യന്മാരായ വെസ്റ്റ് ഇൻഡീസിനെ 10 വിക്കറ്റിന് തകർത്തു. 119 റൺസ് വിജയലക്ഷ്യം 17.5 ഓവറിൽ മറികടന്നു. പാകിസ്ഥാൻ വനിതാ ക്രിക്കറ്റ് ടീമിന് ശമ്പളം മുടങ്ങിയിട്ട് 4 മാസം. ജൂൺ മുതലുള്ള ശമ്പളമാണ് മുടങ്ങിക്കിടക്കുന്നത്. പ്രശ്നം പരിഹരിക്കാനുള്ള ശ്രമം തുടരുകയാണെന്ന് പാക് ക്രിക്കറ്റ് ബോർഡ്. അഫ്ഗാൻ ക്രിക്കറ്റ് താരം റാഷിദ് ഖാൻ വിവാഹിതനായി. കാബൂളിൽ നടന്ന ചടങ്ങിൽ ക്രിക്കറ്റ് താരങ്ങളും സുഹൃത്തുക്കളും അടക്കം നിരവധി പേർ പങ്കെടുത്തു. ഇറാനി ട്രോഫി ക്രിക്കറ്റിൽ മുംബൈ കൂറ്റൻ ലീഡിലേക്ക്. 4ാം ദിനത്തെ കളി നിർത്തുമ്പോൾ 6 വിക്കറ്റിന് 153 റൺസ് എടുത്ത മുംബൈയുടെ ആകെ ലീഡ് 274 റൺസായി. നോക്കാമിനി കലാ സാംസ്കാരിക സിനിമാ വാർത്തകൾ. മകൾ ദിയയുടെ നേട്ടത്തിൽ അഭിമാനം പങ്കിട്ട് ജ്യോതിക. മകൾ ഡോക്യുമെന്ററി സംവിധാനം ചെയ്ത് അവാർഡ് നേടിയതിൽ സന്തോഷം പങ്കുവെച്ചാണ് ജ്യോതിക എത്തിയത്. ലീഡിംഗ് ലൈറ്റ് ദ അൺടോൾഡ് സ്റ്റോറീസ് ഓഫ് ബിഹൈൻഡ് ദ സീൻ എന്നാണ് ഡോക്യുമെന്ററിയുടെ പേര്. സത്യനന്ദിക്കാട് സംവിധാനം ചെയ്യുന്ന ഹൃദയപൂർവ്വം ചിത്രത്തിലെ കൂടുതൽ അഭിനേതാക്കളുടെ വിവരങ്ങൾ പുറത്ത്. ചിത്രത്തിൽ മോഹൻലാലിന്റെ നായികയായി എത്തുന്നത് ഐശ്വര്യ ലക്ഷ്മി എന്ന റിപ്പോർട്ട്. എന്നും എപ്പോഴും എന്ന ചിത്രത്തിന് ശേഷം സത്യനന്ദിക്കാടും മോഹൻലാലും വീണ്ടും ഒന്നിക്കുന്ന ചിത്രമാണ് ഹൃദയപൂർവ്വം. KR ഗോകുൽ കേന്ദ്ര കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന പുതിയ ചിത്രം മ്ലേച്ഛന്റെ ചിത്രീകരണം ആരംഭിച്ചു. കാക്കനാട് യൂത്ത് ഹോസ്റ്റലിൽ നടന്ന ചടങ്ങിൽ ഉമാ തോമസ് MLA ഭദ്രദീപം തെളിയിച്ചു. മായം കലർന്ന പാൽ ഉപയോഗിക്കുന്നതിനെ തുടർന്ന് 87% ഇന്ത്യക്കാർക്ക് ക്യാൻസർ വരുമെന്ന തലക്കെട്ടോടെ ലോകാരോഗ്യ സംഘടനയുടെ പോസ്റ്റ് എന്ന രീതിയിൽ വ്യാജ പ്രചാരണം. പ്രചരിക്കുന്ന വാർത്ത നിഷേധിച്ച് ലോകാരോഗ്യ സംഘടന. നാളത്തെ വാർത്തകൾ. തിരൂർ കടലുണ്ടി റോഡിൽ പരപ്പനങ്ങാടി മുതൽ കടലുണ്ടിക്കടവ് വരെ നാളെ മുതൽ ഗതാഗത നിയന്ത്രണം. BM പ്രവൃത്തികൾ ആരംഭിക്കുന്നതിനാലാണ് നിയന്ത്രണം. നിർമ്മാണ പ്രവൃത്തികൾ അവസാനിക്കുന്നതുവരെ നിയന്ത്രണം തുടരും. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ തിരുവനന്തപുരം ജില്ലാ സിറ്റിംഗ് നാളെ രാവിലെ 11-ന് ശാസ്തമംഗലത്തുള്ള കമ്മീഷൻ ഓഫീസ് കോർട്ട് ഹാളിലാണ് സിറ്റിംഗ്. ജില്ലയിൽ നിന്നുള്ള പുതിയ പരാതികളും സിറ്റിംഗിൽ സ്വീകരിക്കും. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ നാളെ കുടിവെള്ള വിതരണം മുടങ്ങും. ജല അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ പ്രവൃത്തി നടക്കുന്നതിനാലാണ് വിതരണം മുടങ്ങുന്നത്. വയനാട് ജില്ലയിലെ മൊബൈൽ വെറ്റിനറി യൂണിറ്റിലേക്ക് വെറ്റിനറി ഡോക്ടർ ഡ്രൈവർ തസ്തികകളിൽ താൽക്കാലിക നിയമനം നടത്തുന്നു. അഭിമുഖം നാളെ രാവിലെ 11-ന് ജില്ലാ മൃഗസംരക്ഷണ വകുപ്പ് ഓഫീസിൽ നടക്കും. തൃശൂർ ചെമ്പുചിറ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഇംഗ്ലീഷ് അധ്യാപക ഒഴിവ്. അഭിമുഖം നാളെ രാവിലെ 11 മണിക്ക്. ഇപ്പോൾ കിട്ടിയ പ്രധാന വാർത്തകൾ.
ഗസയിൽ ഇസ്രയേൽ ഹമാസ് യുദ്ധത്തിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 41,802 96,844 പേർക്ക് പരിക്കേറ്റെന്ന് റിപ്പോർട്ട്. വെസ്റ്റ് ബാങ്കിൽ ആക്രമണം കടുപ്പിച്ച് ഇസ്രയേൽ. ഡെമോക്രാറ്റിക് പ്രസിഡന്റ് സ്ഥാനാർത്ഥി കമലാ ഹാരിസിന് വേണ്ടി 27 ദിവസത്തെ പ്രചാരണം നടത്താനൊരുങ്ങി മുൻ US പ്രസിഡന്റ് ബരാക് ഒബാമ. അടുത്ത വ്യാഴാഴ്ച പെൻസിൽവാനിയയിലെ പിറ്റ്സ്ബർഗിൽ ഒബാമ തന്റെ ആദ്യ പരിപാടി നടത്തും. അർജന്റീന വിദേശകാര്യമന്ത്രി ഡയാന മോണ്ടിനോ നാളെ ഇന്ത്യയിലെത്തും. 5 ദിവസത്തെ സന്ദർശനത്തിനായെത്തുന്ന ഡയാന മോണ്ടിനോ ഇന്ത്യ അർജന്റീന ജോയിന്റ് കമ്മീഷൻ യോഗത്തിൽ പങ്കെടുക്കും. 100 ന്യൂസ് പൂർത്തിയാവുകയാണ്. നമസ്കാരം.